ADGP MR അജിത് കുമാറിനെ കൈവിടാതെ സംസ്ഥാന സർക്കാർ DGP റാങ്കിലേക്ക് സ്ഥാനം കയറ്റം നൽകി. സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ മന്ത്രിസഭായോഗം അംഗീകരിച്ചു. സുരേഷ് രാജ് പുരോഹിത്തിനും DGPയായി സ്ഥാനക്കയറ്റം നൽകി. 2015 ബാച്ചിലെ 1995 ബാച്ചിലെ ഉദ്യോഗസ്ഥർക്ക് DGP റാങ്ക് നൽകുന്നതിനാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, അന്വേഷണം തുടരുകയാണ്. ആരോപണ വിധേയനാണ് ഇപ്പോഴും ADGP MR അജിത് കുമാർ. സർക്കാരിന്റെ കരുതൽ തുടരുകയാണ് എന്ന് വേണ്ടേ ഈ മന്ത്രിസഭായോഗ തീരുമാനത്തെ കാണാൻ? വിനിത, നേരത്തെ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട പിന്നീട് പ്രതിപക്ഷം പ്രധാനപ്പെട്ട ആരോപണമായി ഉന്നയിച്ചത് RSSന്റെ നേതാക്കളുമായി തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ച, അതും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിക്ക് വേണ്ടി നടത്തിയ കൂടിക്കാഴ്ച എന്ന ആരോപണം. അതിന് പിന്നാലെ തിരുവനന്തപുരത്തടക്കം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു ADGP MR അജിത് കുമാർ എന്ന ആരോപണം. ഇങ്ങനെയുള്ള ആരോപണങ്ങളിൽ ത്രിതല അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഈ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ DGP സ്ഥാനക്കയറ്റത്തിന് ഉള്ള ആ പട്ടിക അത് സ്ക്രീനിംഗ് കമ്മിറ്റി നൽകിയ നിർദ്ദേശമാണ്. അത് മന്ത്രിസഭ ഇന്ന് അംഗീകരിക്കുകയായിരുന്നു. മന്ത്രിസഭാ യോഗത്തിൽ അതിന് അംഗീകാരം നൽകുകയും ചെയ്തു. നേരത്തെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടുന്ന 4-അംഗ സമിതി ആ സ്ക്രീനിംഗ് കമ്മിറ്റി വളരെ വിശദമായി പരിശോധിച്ചു. മാനദണ്ഡ പ്രകാരമാണ് ഇങ്ങനെ സ്ക്രീനിംഗ് കമ്മിറ്റി DGP സ്ഥാനക്കയറ്റത്തിന് ADGP MR അജിത് കുമാറിന്റെ പേര് നിർദ്ദേശിച്ചത് എന്നാണ് സർക്കാരിന്റെ വാദം. ചീഫ് സെക്രട്ടറിയും DGPയും വിജിലൻസ് ഡയറക്ടറും ഒപ്പം ആഭ്യന്തര സെക്രട്ടറിയുമാണ് ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങൾ. നിലവിൽ അന്വേഷണം നടക്കുന്നു. പക്ഷേ ഒരു കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതുവരെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല. ADGP MR അജിത് കുമാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ മാനദണ്ഡ പ്രകാരം ഈ സ്ഥാനക്കയറ്റം തടയാൻ കഴിയില്ല എന്നാണ് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശം അത് മന്ത്രിസഭ അംഗീകരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷം നേരത്തെ മുതൽ തന്നെ അത് സർക്കാർ സംരക്ഷിക്കുന്നു. ADGP MR അജിത് കുമാറിനെ എന്ന ആരോപണം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിരുന്നു. ആ ആരോപണം വീണ്ടും പ്രതിപക്ഷം ഈ കാര്യത്തിൽ ഉയർത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഇത് RSSന് വേണ്ടിയാണ് ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ആരോപണമായിരുന്നു ആദ്യം മുതൽ തന്നെ പ്രതിപക്ഷം ഉയർത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് അങ്ങനെ ഒരു ആരോപണത്തിന് തുടക്കമിട്ടതും. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാനക്കയറ്റത്തിന് സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും അത് ആ തരത്തിലേക്ക് പ്രതിപക്ഷം ആയുധമാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ഏതായാലും DGPയായി സ്ഥാനക്കയറ്റം ലഭിക്കുന്ന പട്ടികയിൽ ഇപ്പോൾ സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്ന ആ പട്ടികയിൽ സുരേഷ് രാജ് പുരോഹിത് കൂടിയുണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ IG-മാരായി സ്ഥാനക്കയറ്റം ലഭിക്കുന്നതും DIG-മാരായി സ്ഥാനക്കയറ്റം ലഭിക്കുന്നതുമായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ പട്ടികയിലുള്ള മുഴുവൻ കാര്യങ്ങളും ഒന്നും അത് തള്ളാതെ തന്നെ അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. സർക്കാർ നിലപാട് ഇപ്പോഴും ഇത് മാനദണ്ഡ പ്രകാരമാണ്, അത് തെറ്റില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു. നമുക്കറിയാം CPI നേരത്തെ ADGP MR അജിത് കുമാറിനെതിരെ കടുത്ത നിലപാട് പരസ്യമായി സ്വീകരിച്ചതാണ്. ബിനോയ് വിശ്വം അന്ന് ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണം എന്ന നിലപാട് സ്വീകരിച്ചു. പിന്നീട് സർക്കാർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ശക്തമായ സമ്മർദ്ദമായിരുന്നു CPIയുടെ ഭാഗത്ത് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. പ്രതിപക്ഷത്തിന് നിലപാടിന് അനുസരിച്ച് തന്നെ CPI സമ്മർദ്ദം ചെലുത്തിയതോടെ അത് LDFൽ വലിയ ഭിന്നതയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തു. ഏതായാലും ഇനി ഇങ്ങനെ ഒരു തീരുമാനം വന്ന സാഹചര്യത്തിൽ CPIയുടെ പ്രത്യേകിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാട് നിർണായകമാണ്. ശരി, വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ ഇടെയാണ് ഇപ്പോൾ MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകുന്നതിന് DGP ആക്കുന്നതിന് തീരുമാനമുണ്ടായിരിക്കുന്നത്. DGP റാങ്കിലേക്ക് ഉയർത്തുന്നതിന് തീരുമാനമായിരിക്കുന്നത്. ഏതായാലും